ഏറ്റുമാനൂരിൽ ജൈനമ്മ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ചിന് നിർണായകമായ തെളിവ് ലഭിച്ചുവെന്ന വാർത്തയുണ്ട്. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരണം. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. അഖിൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഗുഡ് മോർണിംഗ് അഖിൽ. ഒടുവിൽ സെബാസ്റ്റ്യൻ കുടുങ്ങാൻ പോകുന്നു. വ്യക്തമായ തെളിവ് കിട്ടുകയാണ്. ജൈനമ്മയുടെ രക്തക്കറ സ്ഥിരീകരിച്ചിരിക്കുന്നു ഫോറൻസിക്. ഉരുക്ക് വന്നു അല്ലേ അഖിൽ? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇത്രകാലം ഒരു തിരോധാന കേസിന്റെ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോയതെങ്കിൽ ഇപ്പോൾ അതൊരു കൊലപാതക കേസ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്തുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം അവർക്ക് ലഭിച്ചിരുന്നില്ല. പല തെളിവുകൾ, അതായത് ഈ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ആദ്യം കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് വാങ്ങിയ പണം കൊണ്ടുവാങ്ങിയ ഫ്രിഡ്ജ് തെളിവെടുത്തു. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തി. അങ്ങനെയുള്ള തെളിവുകൾ ശേഖരിച്ചു വരികയെന്ന് ക്രൈംബ്രാഞ്ചുണ്ട്. പക്ഷേ അതിലേക്ക് ഒരു സ്ഥിരീകരണത്തിൽ എത്താൻ വേണ്ടിയിട്ട് DNA പരിശോധനാ ഫലവും തന്നെ മറ്റ് പരിശോധനാ ഫലങ്ങളും വരണമായിരുന്നു. അത്തരത്തിൽ ഈ DNA പരിശോധന സാമ്പിൾ അയക്കുന്നതിനായിട്ട് തിരുവനന്തപുരത്തേക്ക് അയച്ച ഈ രക്തക്കറയിൽ നിന്നാണ് ആ DNA പരിശോധന നടക്കുന്നതിനിടയിലാണ് ഈ രക്തക്കറ അല്ലെങ്കിൽ അത് ജൈനമ്മയുടേതാണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് ഫോറൻസിക് സംഘം എത്തിയിരിക്കുന്നത്. ആ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ വൈകാതെ അന്വേഷണ സംഘത്തിൽ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമികമായിട്ടുള്ള വിവര കൈമാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ DNA പരിശോധന, അസ്ഥികൂടങ്ങളിൽ DNA പരിശോധന വരാൻ ഇനിയും കാലതാമസം എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിയും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയേണ്ടി വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു കേസുമായി വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് ഈ ജൈനമ്മയുടെ അതായത് ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഈ സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊന്നും തന്നെ ഈ ക്രൈംബ്രാഞ്ച് സംഘത്തോട് കൃത്യമായി മറുപടി പറയുന്നില്ല. ഒരു പരിധിക്കപ്പുറത്തേക്ക്, അതായത് ഈ ഒരു ഷുഗർ രോഗിയാണ്, അതുകൊണ്ട് തന്നെ ഇയാളോട് ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള ചോദ്യം ചെയ്യലിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കടക്കാനും കഴിഞ്ഞിരുന്നില്ല. ഇത് വലിയ പ്രതിസന്ധിയായി ഇങ്ങനെ നിലനിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു നിർണായകമായ വിവരം ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇത് അവിടെ നിന്നും കണ്ടെത്തിയ സെബാസ്റ്റ്യന്റെ വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറകൾ അത് ജൈനമ്മയുടേതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇനി അസ്ഥികൂടത്തിന്റെ DNA പരിശോധനാ ഫലം കൂടി വരുമ്പോൾ സെബാസ്റ്റ്യന്റെ കുറുക്ക് മുറുകും എന്നുള്ളത് സുനിശ്ചിതമായ ഒരു കാര്യം തന്നെയാണ് അരുൺകുമാർ. സെബാസ്റ്റ്യൻ കുറച്ചു കാലമായിട്ട് ജോർജ് കുട്ടി കളിച്ച് കേരള പോലീസിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോറൻസിക് പരിശോധനാ ഫലം വന്നിട്ടുണ്ട്. ഇപ്പോൾ റിമാൻഡിലാണ് സെബാസ്റ്റ്യൻ. കണ്ണി കാണുന്ന മുഴുവൻ സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കും. എന്നാൽ അവർ ഒറ്റയ്ക്കാണ് കഴിയുന്നതെങ്കിൽ ആ അടുപ്പം കുറച്ചുകൂടി അടുത്ത് കഴിഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റ് എന്ന വ്യാജേന അവരുമായിട്ട് അടുക്കും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീകളെ കാണില്ല. ഇതാണ് അവസ്ഥ. സെബാസ്റ്റ്യൻ്റെ കൂടെ കൂടിയ എല്ലാ സ്ത്രീകളുടെയും അവസ്ഥ ഇങ്ങനെയായിരുന്നു. ജൈനമ്മ അതിലൊരാൾ മാത്രമാണ്.